മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ജൂലൈ 24 വെള്ളി. ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനുള്ള കോടതിയുടെ ധൈര്യം ക്ഷയിച്ചാൽ തകർന്നു വീഴുക ജനാധിപത്യം തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. കോടതികളുടെ കാവൽ നീതിക്കോ അധികാരത്തിനോ? ജനാധിപത്യത്തിൽ പൗരജനങ്ങളുടെ അവസാന അഭയകേന്ദ്രമാണ് പരമോന്നത നീതിപീഠം. ആ വാതിൽ തുറക്കപ്പെടാതിരിക്കുകയോ പൗരരുടെ വേദന കേൾക്കുകയില്ല എന്ന തോന്നലുണ്ടാവുകയോ ചെയ്താൽ അത് മുറിവേൽപ്പിക്കുക ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നീതി എന്ന ആശയത്തിനും ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിനുമായിരിക്കും. ഡൽഹി ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ ചോദ്യം ചെയ്തുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ വാക്പ്രയോഗങ്ങൾ അനുചിതവും അദ്ദേഹത്തിൻ്റെ പദവിയുടെ അന്തസ്സിനെ സ്വയം ഇടിച്ചു താഴ്ത്തുന്നതുമായെന്ന് പറയാതെ വയ്യ. രാജ്യതലസ്ഥാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അതിന് കാരണമാകട്ടെ പോലീസും ഭരണകൂടവും പുലർത്തുന്ന സ്വേച്ഛാധിപത്യ മനോഘടനയും. ഈ സന്ദർഭത്തിലാണ് ജനവികാരത്തോടൊപ്പം നിൽക്കുന്ന പൊതു താൽപ്പര്യ ഹർജി കേൾക്കാൻ തയ്യാറാകാതെ ഞങ്ങളുടെ സമയം പാഴാക്കരുത്, നിങ്ങളുടെ സമയവും പാഴാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഏകപക്ഷീയമായി നിരസിച്ചത്. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് അതിക്രമങ്ങൾ കാണിക്കുന്ന വീഡിയോകളുണ്ടെന്ന് പറഞ്ഞ് അഭിഭാഷകൻ വാദം തുടരാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് വീഡിയോകളിൽ താൽപ്പര്യമില്ല, കാണാൻ സമയവുമില്ലെന്ന ഒറ്റ മറുപടിയിൽ ഹർജി നിരസിക്കപ്പെട്ടു. അതിനു മുമ്പ് ഡൽഹി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ചും ഈ ഹർജി അടിയന്തരമായി കേൾക്കാൻ തയ്യാറായില്ല. സുപ്രീം കോടതിക്ക് സമാനമായ രീതിയിൽ കോടതിയെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്, അടുത്ത ദിവസം പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഹർജി നിരസിക്കുകയായിരുന്നു. കൗതുകകരമായ കാര്യം, പ്രക്ഷോഭത്തിന് തടയിടുന്നതിൻ്റെ ഭാഗമായി ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടത് മൂലം വക്കീലന്മാർക്ക് കോടതിയിലെത്താനാവുന്നില്ല എന്ന ഹർജിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി വാദം കേൾക്കുകയും ഉച്ചഭക്ഷണ സമയത്തിനുള്ളിൽ മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ താൻ നേരിട്ട് ഇടപെടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സഹപ്രവർത്തകരുടെ യാത്രാപ്രയാസങ്ങൾ കാണുന്ന കോടതി രാജ്യത്തിൻ്റെ ഭാവിക്കു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന യൗവനത്തിൻ്റെ അവകാശങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ഭരണഘടന സുപ്രീം കോടതിയെ ഒരു അപ്പീൽ കോടതി മാത്രമായല്ല പരിഗണിച്ചിട്ടുള്ളത്. ഭരണകൂടത്തിൻ്റെ അധികാരപ്രയോഗം ഭരണഘടനയുടെ പരിധിക്കുള്ളിലാണോ എന്ന് ഉറപ്പാക്കുന്ന അന്തിമ കാവൽക്കാരനെന്ന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സ്വതന്ത്രമായ സംവിധാനമായാണ് അത് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധിക്കുന്ന പൗരരെ ഭരണകൂടം കിരാതമായി അടിച്ചമർത്തുന്നതും മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കുന്നതും ലോകം കണ്ടുകൊണ്ടിരിക്കെ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കല്ലേ, ഇതൊന്നും കാണാൻ താൽപ്പര്യമില്ല, സമയമില്ല തുടങ്ങിയ പ്രതികരണങ്ങൾ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ്. ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന കോക്രോച്ച് പാർട്ടിക്ക് നിമിത്തമായത് തന്നെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കഴിഞ്ഞ മെയ് 15 ഒരു കേസിൻ്റെ വിചാരണക്കിടെ നടത്തിയ മറ്റൊരു അനുചിത പ്രയോഗമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഇത്രയും അഹങ്കാരം പാടില്ലെന്ന മുദ്രാവാക്യം വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. സർക്കാരിനെതിരായ പ്രതിഷേധം സുപ്രീം കോടതിക്ക് കൂടി എതിരായി വളരുന്നത് നമ്മുടെ നിയമവ്യവസ്ഥക്കും നീതിന്യായ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയ്ക്കും ഒട്ടും ഭൂഷണമല്ലെന്ന് ഓർക്കുന്നത് എല്ലാവർക്കും നന്ന്. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരമുള്ള സംരക്ഷണത്തിനായി പൗരജനങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ അവകാശമില്ലെന്ന അന്നത്തെ ചീഫ് ജസ്റ്റിസ് NN റേയുടെ നേതൃത്വത്തിലുള്ള 5 ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധി 2017 KS പുട്ടസ്വാമി കേസിൽ 9 ഭരണഘടനാ ബെഞ്ച് ഗുരുതരമായ പിഴവായാണ് വിലയിരുത്തിയത്. അന്ന് ബഹുമാന്യ സുപ്രീം കോടതി അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി. ആ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത ഇന്നത്തെ ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ പ്രവാഹത്തിൽ ഫാസിസ്റ്റ് സർക്കാരുകൾക്കുമൊപ്പം അവർക്ക് വേണ്ടി ന്യായങ്ങളും വിധികളും ചമച്ച നീതിപീഠങ്ങളും ഒലിച്ചു പോകുമെന്നതിന് ചരിത്രം സാക്ഷിയാണ്. കോടതികളുടെ സ്വാതന്ത്ര്യം രാഷ്ട്രീയ അധികാരത്തിൻ്റെ നിഴലിലേക്ക് നീങ്ങിയാൽ, ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനുള്ള കോടതിയുടെ ധൈര്യം ക്ഷയിച്ചാൽ തകർന്നു വീഴുക ജനാധിപത്യം തന്നെയാണ്. സുപ്രീം കോടതിയുടെ ശക്തി നിലയുറപ്പിക്കേണ്ടത് ഭരണഘടനയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയിലാണ്. ജനങ്ങളുടെ നീതിബോധത്തെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ വിനയത്തോടെയും തുറന്ന മനസ്സോടെയും ഓരോ പരാതിയും ഭരണഘടനയുടെ കണ്ണിലൂടെ കാണാൻ കോടതികൾക്ക് കഴിയണം. പ്രതിഷേധക്കാരായാലും ന്യൂനപക്ഷങ്ങളായാലും പ്രതിപക്ഷ പ്രവർത്തകരായാലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുന്ന ആത്മവിശ്വാസമാണ് കോടതിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷ. മാധ്യമം പോഡ്കാസ്റ്റ്.